ബലൂൺ ഇതാ, ആ റെഡ് കളർ ബലൂൺ. ഇതാ മോളെ. എടാ പാട്ടവണ്ടി, എന്റെ ബലൂൺ കണ്ടോ? സൂപ്പർ ആയിട്ടില്ലേ? ഞാൻ മിസ്സിനോട് പറയൂ, ഇങ്ങ് താടാ പാട്ടവണ്ടി. എന്റെ അച്ഛനോട് പറഞ്ഞു നിങ്ങൾ എല്ലാരും ഞാൻ തല്ലു വിളിക്കും. അത് മർഡറാണ്. വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയല്ലേ? സൂസൈഡ് തന്നെ. പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് സാർ. താങ്ക് യു. വെൽക്കം സർ. റഹീം, ക്യാച്ച്. ഒരു കില്ലറുടെ ശത്രു ആരാ? പോലീസാണ് സർ. ഫാത്തിമ സർ, കാച്ച്. കില്ലറിന്റെ മിസ്റ്റേക്ക് ആണോ സർ? നോ, കൊല ചെയ്യപ്പെട്ടവരുടെ രക്തം, ബ്ലഡ് ഈസ് എ ബെസ്റ്റ് ഫ്രണ്ട്. ഈ റൂമിൽ ഒരു കൊല നടന്നിട്ടുണ്ട്. അവിടെയുള്ള രക്തം നോക്കി അനലൈസ് ചെയ്ത് നിങ്ങൾ എന്നോട് 2 കാര്യങ്ങൾ പറയണം. 1, കില്ലർ വിക്ടിമിനെ ഏത് ഭാഗത്തുനിന്നായിരിക്കും ആക്രമിച്ചിരിക്കുക. ആൻഡ് നമ്പർ 2, എന്ത് വെപ്പണാണ് യൂസ് ചെയ്തത്? വീര സർ, ഒരുപാട് ബ്ലഡ് ഉണ്ട്. മേ ബി ഗണ്ണുകൊണ്ടായിരിക്കാം. ഓക്കെ. സുധാ സർ, ഇരുമ്പ് കമ്പി. പ്രതാപ് സാർ, ഞാൻ പറയേണ്ട അവൻ പറഞ്ഞല്ലോ. ഓക്കെ. എവിടെ വെച്ചായിരിക്കും നടന്നിട്ടുണ്ടാവുക? ഡെഡ് ബോഡി ഇവിടെ ഉള്ളപ്പോ ഇവിടെ തന്നെ ആയിരിക്കും നടന്നത്. നൈസ്. കം ഓൺ. ഓക്കെ, എല്ലാരും ശ്രദ്ധിക്കണം. ഈ രക്തത്തുള്ളികൾ കണ്ടില്ലേ? ഈ ഡയറക്ഷനിലേക്കാ പോയിരിക്കുന്നത്. സോ ഇൻസിഡന്റ് തീർച്ചയായും ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും നടന്നിരിക്കുക. കൃത്യം നടന്ന സ്ഥലം ഇതല്ല, ഇവിടെയാണ്. പിന്നെ മുകളിലേക്ക് നോക്കി, രക്തം 4 ലൈനായിട്ട് തെറിച്ചിട്ടുണ്ട്. ഓരോ ലൈനിലും തിക്നെസ് കുറഞ്ഞാണ് പോകുന്നത്. സോ കില്ലർ വിക്ടിമിനെ 4 തവണ ആക്രമിച്ചിട്ടുണ്ടാവും. അതും മുകൾ വശം വരെ എത്തിയിരിക്കുന്നതുകൊണ്ട് തീർച്ചയായും കില്ലർ ഉപയോഗിച്ച വെപ്പണിന്റെ പിൻഭാഗം കുറച്ച് കൂർത്തതോ വളഞ്ഞതോ ആയിരിക്കും. സർ, ആക്സ് ആയിരിക്കില്ലേ? ഫാന്റാസ്റ്റിക്. ആ വെപ്പൺ ഈ മുറിയിൽ തന്നെയുണ്ട്. അന്വേഷിച്ച് കണ്ടുപിടിക്കും. സർ, ഈ വെപ്പണിലല്ലേ ബ്ലഡ് ഉള്ളത്? അപ്പൊ കില്ലർ ഇത് വേണം യൂസ് ചെയ്തിരിക്കാൻ. സൂപ്പർ. പക്ഷേ കില്ലർ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു ബന്ധവുമില്ലാത്ത വെപ്പൺസ് ഇട്ടിട്ട് പോയേക്കാം. ആൻഡ് ദാറ്റ്സ് കോൾഡ് സ്റ്റേജിംഗ് ദ എവിഡൻസ്. കില്ലർ ശരിക്കും ഉപയോഗിച്ച വെപ്പൺ ആക്സോ നൈഫോ അല്ല. ഒരു ഫോറൻസിക് എക്സാമിനർക്ക് ഡിറ്റക്റ്റീവ് മൈൻഡ് വേണം. എല്ലാം എവിഡൻസ് ആയി കാണണം, ഇൻക്ലൂഡിംഗ് ഡെഡ് ബോഡി. കാരണം ഒരു ക്രൈം സീൻ ആദ്യം അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ റിപ്പോർട്ടാണ് എൻറ്റയർ കേസ് തന്നെ തീരുമാനിക്കുന്നത്. സോ ഫോറൻസിക്കിലുള്ള 38 ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ ഏതിലാണെങ്കിലും ഫോളോ ചെയ്യേണ്ടത് 4 കാര്യങ്ങളാണ്. ശ്രദ്ധയോടെ കേൾക്കണം. ആൻഡ് ഇഫ് യുവർ ഒബ്സർവ്മെന്റ് എവിടുന്ന് വേണമെങ്കിലും ക്ലൂസ് കിട്ടാം. 2 മിനിറ്റ്സ്. പറ്റാവുന്നത്രയും തെളിവുകളും സാക്ഷികളെയും ശേഖരിക്കണം. കിട്ടിയ ഡാറ്റാസ് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യൂ. നിങ്ങൾക്കുള്ള ഉത്തരം തീർച്ചയായും അതിലുണ്ടാകും. കൺക്ലൂഷനിൽ എത്തുന്നതിന് മുമ്പ് ഈ കേസ് ഉടനെ പ്രൊസീഡ് ചെയ്യാൻ നോക്ക്. ഫീൽഡിലേക്കൊന്നും പോകാൻ പറ്റില്ല സാർ. തന്നോട് ക്ലാസ്സിൽ ചെയ്യുന്നതല്ലേ ഞാൻ ഫീൽഡിൽ ചെയ്യാൻ പറയുന്നത്. പറ്റില്ല സാർ. ഏയ്, വിവരമില്ലേ സംസാരിക്കുന്ന? നിങ്ങൾ സാറിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടില്ലേ? ഒരാൾ കൈ ചൂണ്ടി സംസാരിക്കുമ്പോൾ അയാളുടെ വിരലും നോട്ടവും ഒരേ രേഖയിലായിരിക്കണം. അങ്ങനെ ഇല്ലെങ്കിൽ ആ എമോഷനിൽ ഒരു ആത്മാർത്ഥത ഇല്ല സാർ. മാറിക്കേ, എന്നെ വെച്ചാണോ ക്ലാസ് എടുക്കുന്നത്? Sit down. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത്. ആ ഡോക്ടർ എത്തിയോ? ആ, അവിടെ തന്നെ വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ വൈഫും വന്നിട്ടുണ്ടല്ലേ? ഞാനൊരു 2 മിനിറ്റ്സിൽ വരാം. ഓക്കെ ഡോക്ടർ. ഓക്കെ. ലൂന, നമ്മൾ എന്തിനാ അവനെ ഫോഴ്സ് ചെയ്യണം? ഞാൻ അന്നേ പറഞ്ഞല്ലേ അവൻ ഒരു കേസും എടുക്കാൻ പോകുന്നില്ലെന്ന്. ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. നിങ്ങൾ തന്നെ ആ കേസ് ഹാൻഡിൽ ചെയ്യും. ഓക്കെ, മനസ്സിലായോ? സോറി സർ. നിങ്ങൾ ഹാൻഡിൽ ചെയ്താൽ മതിയെന്ന്. എനിക്ക് കുറച്ച് സമയം തരൂ. ഞാൻ അവനെ ആ കേസ് എടുക്കാൻ പറയാം. ഈ കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി. ഹലോ, ഓഫീസിൽ ഉറങ്ങാൻ പാടില്ല. നിനക്കൊക്കെ എന്തിനാടാ മൊബൈൽ? ഹായ് നാൻസി, കമ്മൽ പൊടിയാ. താങ്ക് യു. ഫോൺ എടുത്തില്ലെങ്കിൽ നീ ഡിഡിയെ കൊണ്ട് പ്രഷർ ചെയ്യിക്കോ? വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് എനിക്ക് എന്നെ ബോറടിക്കുന്നു. നീ ഓവർ ആവല്ലേ? എന്റെ അടുത്ത് പറഞ്ഞത് എന്താ അവരോട് പറയാത്ത? ആരോട്? വിക്ടിമിന്റെ പാരന്റ്സിനോട്. സർ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ മോളെ നർമ്മദ ഞങ്ങളെ വിട്ടുപോയി സാർ. ലാളിച്ച് വളർത്തിയതാ, ഞങ്ങളെ വിട്ടുപോയി സാറ്. ഞാനിതെങ്ങനെ സഹിക്കും? അഗ്നി, എന്താ സിമ്പതി ക്രിയേറ്റ് ചെയ്യാ? എനിക്ക് ദേഷ്യം വന്നിട്ട് നിക്കവിടെ. എവിഡൻസോ വിറ്റ്നസോ ഒന്നുമില്ല. എന്താണ് മോട്ടീവ് ഒന്നും അറിയില്ല. നീ പകല് കേസ് ഹാൻഡിൽ ചെയ്താൽ മതി.
ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ പറയേ. പറഞ്ഞോളൂ. നർമ്മദയെ ഞാനാ കൊന്നത്. മൊബൈൽ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല. നർമ്മദേ, നർമ്മദ, എന്താ ഇത്? അതെ, ഹാളിൽ കേർട്ടൻ ഇടണം. സ്ക്രീൻ ഡോർ ടൈറ്റ് ചെയ്യാൻ പറഞ്ഞതല്ലേ? നീ വെറുതെ വിഷയം മാറ്റണ്ട. ഏയ്, നിന്നോടല്ലേ ചോദിക്കുന്നത്? വാട്സപ്പിൽ ആരുടെ ഫോട്ടോ DP വെച്ചിരിക്കുന്നത്? അതെന്താ സ്റ്റാറ്റസില് ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഇങ്ങനെ ഇപ്പൊ സംസാരിക്കുന്ന എവിടെയാ? നീ? ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഡേ, അടിച്ച് നിന്റെ മുഖം കലക്കും ഞാൻ. ഇത് നോക്ക്, ടൈം പാസിന് സ്നേഹിക്കുന്നവരാണെങ്കിലേ മിണ്ടാതിരിക്കായിരുന്നു. സിൻസിയർ ആയിട്ടുള്ള സ്നേഹമല്ലേ, എല്ലാം തെറ്റായിട്ട് തോന്നും. ആദ്യം അവനെ ചവിട്ടണം. അതെ, അവൻ എന്റെ കസനാണ്. UK-ലാണ് ഉള്ളത്. ഓഫീസിൽ നിന്ന് 1000 പേർക്ക് ഡിയർ കസ്റ്റമർ ഡിയർ സാറിന് മെയിൽ ചെയ്യുന്നില്ലേ? ഓരോരുത്തരെയും പോയി തല്ലുവോ? ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കണ്ട. ജീവിതത്തിനും കഥയ്ക്കും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വിശ്വാസം എന്ന ഒറ്റ കാര്യത്തിലാണ് ലിവിംഗ് റിലേഷൻഷിപ്പ് നിൽക്കുന്നത്. ഒന്നും അറിയില്ലെന്ന് വെറുതെ സംശയിച്ചുകൊണ്ടിരുന്നോളൂ. ഓഹോ, ഫ്രാങ്ക് ആയിട്ട് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ റിലേഷൻഷിപ്പായി പണ്ടാരടങ്ങിക്കൊണ്ടിരിക്കുക. അല്ല, നീ ഇപ്പൊ എന്താ പറഞ്ഞത്? നീ ഇപ്പൊ പറഞ്ഞില്ലേ ജീവിതം വാക്കുന്ന കഥ അതിനു പറഞ്ഞു. മുമ്പ് എന്താ പറഞ്ഞത്? നിനക്കിപ്പോ എന്താ വേണ്ട? എന്താ പറഞ്ഞെന്ന് പറയാ. ഞാൻ അങ്ങനെ പറയും, നിനക്കെന്താ? നിനക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റുമെന്നാണോ? നിന്റെ ബുദ്ധി തന്നെ അങ്ങനെയല്ലേ? ആ പ്രശ്നത്തിന് ശേഷം ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടുന്ന് പോയി. സെയിൽസ് ആപ്പ് ടാർഗറ്റ് പ്രഷർ ഉണ്ടായിരുന്നു. ജോലി നീങ്ങിയിരുന്നില്ല. തലയ്ക്കകത്ത് മുഴുവൻ അതായിരുന്നു. അതിനുശേഷം സംസാരിക്കാന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് പോയി. അവളുണ്ടായിരുന്നില്ല. പിന്നെ റോഡിൽ വെച്ച് അവളെ കണ്ടത്. ഏയ്, കണ്ടിട്ടെന്താ കാണാത്ത പോലെ പോകുന്നേ? അല്ല, നിന്റെ പ്രശ്നം എന്താ ഇപ്പോ? അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നാ വിചാരിച്ചേ. പക്ഷെ നീ പറഞ്ഞില്ലേ അകത്ത് എന്തൊക്കെയോ തോന്നുന്നു. നിനക്ക് മനസ്സിലായില്ലെങ്കിൽ വിട്ടോ, ഞാൻ അതെ, പോയിക്കോളാം. ചുമ്മാ അതും വെച്ചോണ്ടിരിക്കണ്ട. ഇത് പറയാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? വീട്ടിൽ പോക്കോ, വന്നിട്ട് സംസാരിക്കാം. ക്ലിനിക്കിലുണ്ടായിരുന്ന അപ്പോയിന്റ്മെന്റ് ഒക്കെ ക്യാൻസൽ ചെയ്ത് അന്ന് ഇവനും വേഗം വീട്ടിലേക്ക് പോയി. റോഡിൽ വെച്ച് എന്നെ അപമാനിച്ചില്ലേ, അതിനവൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കായിരുന്നു.